That's it, Brian? Yes. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഞങ്ങളുടെ ഇന്നത്തെ പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ സെല്ലിൽ പോകണം. പ്രത്യേകിച്ച് ഇന്ന് വല്ല വണ്ടികൾ കിട്ടുമോ നോക്കണം. അത് സെല്ലിലോട്ട് പോകാൻ നോക്കുക. പിന്നെ ഞാൻ ഒരു M5 എടുക്കാൻ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതിനെ കുറിച്ചൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം. എന്താ തോന്നണമെന്ന് വെച്ചാൽ ഞാൻ പറയാം. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ അപ്പോൾ നിങ്ങൾ ബിഗിനേഴ്സ് ആണെങ്കിൽ ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ID വിൻ ചെയ്തതിനാൽ ഞാൻ നിങ്ങൾക്ക് വണ്ടികൾ ഫ്രീ ആയിട്ട് തരാം. അപ്പോൾ സെല്ലെത്തിയിട്ടുണ്ട്. എനിക്ക് ഒന്ന് നോക്കട്ടെ. നമുക്ക് നൈസായിട്ട് വണ്ടി ഇവിടെ സൈഡിലോട്ടൊന്ന് പാർക്ക് ചെയ്തിടാം. ഇത് റോൾസ് റോയ്സ് കളിനല്ലേ ഇവിടെ കിടക്കണേ. ഇത് ഓടി ഇവിടെ GG വർക്ക് ചെയ്ത് കയറാണ്ടത്. ഇത് കളറ് സാധനം മാറുന്നുണ്ട്. ഒരു സൈഡിലോട്ട് മാറുമ്പോൾ അത് കാറിൻ്റെ ഫോട്ടോയാവണം, ഒരു സൈഡിലോട്ടാകുമ്പോൾ അത് എൻജിൻ്റെ ഫോട്ടോയാവണം. ഇത് M2 കിടപ്പുണ്ടല്ലോ ഇവിടെ. ഞാൻ M2 എടുക്കാൻ ഉദ്ദേശിക്കണില്ല, ഞാൻ M5 എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. F90. ഇത് നമ്മുടെ നവൻ വൈറ്റി ബ്രോയുടെ വണ്ടി വിട്ടാക്കാനാണ് ഉദ്ദേശിക്കണത്. നമ്മുടെ വണ്ടി ആരെടുത്തോളം പോയേ ഒരു തേങ്ങ അറിയാൻ പാടില്ല എനിക്ക്. ഞാൻ CPM കളിക്കാൻ തുടങ്ങിയിട്ട് 2-3 വർഷമായി. എന്നാലും എനിക്കിപ്പോഴും അധികം ഒന്നും കിട്ടിയിട്ടില്ല. എനിക്ക് ഞാൻ വേണ്ടത് കിങ് റാങ്കാണ്. അപ്പം ഇതിപ്പോൾ എൻ്റെ ആദ്യത്തെ ചാനലാണ് ഞാനിപ്പോൾ ചെയ്യണത്. നമുക്കിനി ഒരു ട്രിപ്പ് പോയാലെന്നൊരു ചെറിയൊരു പ്ലാനിങ് ഉണ്ട്. പിന്നെ ചിലപ്പോൾ ഞാൻ ഇവിടെ ഈ വീഡിയോ ഡ്രിഫ്റ്റിങ് പഠിക്കും. ഡ്രിഫ്റ്റിങ്ങിൻ്റെ കാര്യങ്ങൾ നോക്കണ്ട്. വേണ്ടെങ്കിൽ ഞാൻ ചെയ്യൂല. എനിക്ക് ചെയ്യാനും താല്പര്യമില്ല, ചെയ്യാണ്ടിരിക്കാനും താല്പര്യമില്ല. ഗായ്സ്, ഞങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് എയർപോർട്ട് വരെ പോകാൻ പറ്റുമോ നോക്കിയിട്ട് വരാം. എയർപോർട്ട് പോകാനൊരു ആഗ്രഹമുണ്ട്. കാരണം അവിടെ ഒരു സ്ഥലം എനിക്കറിയാം. നിങ്ങൾക്കറിയാമെന്ന് അറിഞ്ഞുകൂടാ എനിക്ക്. നിങ്ങളെന്തായാലും ഫോളോ ചെയ്യ്. കുറച്ച് നേരത്തേക്ക് മൈക്ക് ഞാൻ മ്യൂട്ട് ചെയ്യാനാണ്. ഗായ്സ്, അപ്പം നമ്മുടെ ഏകദേശം ഡെസ്റ്റിനേഷൻ എത്താറായിട്ടുണ്ട്. നോക്കട്ടെ. ഈ ഫ്ലൈ ഓവറാണ് ഈ പ്രശ്നം. എനിക്ക് ഏത് സ്ഥലം എന്ന് പെട്ടെന്ന് മനസ്സിലാവില്ല. ഈ റോഡ് കണ്ടിട്ട് അതേമാതിരി എനിക്ക് തോന്നുന്നു. അയ്യോ, നമ്മൾ തല തിരിഞ്ഞു. ഇതൊരു എയർപോർട്ടിലോട്ട് കയറിയിട്ട് നേരെ പുറകിലോട്ടാണ് പോകേണ്ടത്. ഇപ്പം മാപ്പിൽ കാണിച്ചു തരാം ഞാൻ. ഈ ഒരു ഡെസ്റ്റിനേഷനാണ് നമുക്ക് പോകണ്ടേ. ഈ സർക്കിൾ കളർ കാണുന്ന ഇങ്ങോട്ടോട്ട് പോകണ്ടേ. ഇവിടെ നിന്ന് തിരിച്ചു വിടാം. മോഞ്ചി തേന് പോയി നമ്മൾ. ഇനി ഞാൻ പറഞ്ഞുകൊണ്ട് തന്നെ ബിഗിനേഴ്സിന് നമ്മൾ കാറുകൾ കൊടുക്കുന്നുണ്ട്. ഗ്ലിച്ചാറാണെങ്കിൽ ഗ്ലിച്ചാറ് പറയാം. പക്ഷേ പ്രശ്നമുണ്ട്, നമ്മുടെ ഇത് ഡിസ്കണക്റ്റ് ആയി പോയി. അപ്പം ഞാൻ ഓഫ്ലൈനിൽ പോയിട്ട് അവിടെ പോയി ഒന്ന് കാണിച്ചു തരാം. ആ ഏരിയയിൽ നിന്ന് നമുക്ക് പോവാം. ഗൈസ്, അപ്പം നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. നേരത്തെ റോഡ് അല്ല ഗൈസ്, ഡെസ്റ്റിനേഷൻ എത്തി. 2-3 കൊല്ലം കഴിഞ്ഞാൽ നേരെ എൻ്റെ വീട് കാണാൻ പറ്റും. വീടിൻ്റെ അകത്തോട്ട് കയറാൻ പറ്റൂല. ഒറ്റപ്പാടെയൊക്കെ അത് അതുകൊണ്ടാണ് ആ ഒരു വോയിസിൻ്റെ പ്രശ്നം വന്നത്. നേരെ പോയി നോക്കാം. ഫോട്ടോ
എടുക്കുക എനിക്ക് കമ്പനിയിലൊക്കെ എടുക്കാം. എനിക്ക് പൊട്ടത്തതുകൊണ്ട് ഞാൻ ഇവിടുന്ന് കാണിക്കണേ. ഓക്കെ, ഡ്രോൺ മോഡ് എടുക്കട്ടെ. ഗായ്സ്, അതിൻ്റെ ഇടയ്ക്ക് ഒരു പ്രശ്നം പറ്റി. നമ്മുടെ ഗെയിമിൻ്റെ വോയിസ് കുറക്കാൻ മറന്നുപോയി. അതുകൊണ്ട് കുറച്ച് ക്ലിയർ ആയിട്ടുണ്ടാവില്ല, എന്ന് ക്ഷമിക്കണം. അപ്പോൾ ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി നേരെ വിടാം. ഇനി ഞാൻ പറഞ്ഞ വീട്ടിലോട്ട്. പക്ഷെ എനിക്ക് ഇപ്പോഴാ വീട് കറക്റ്റ് എവിടെയെന്ന് എനിക്ക് എപ്പോഴും അറിഞ്ഞൂടാ. പോയി നോക്കാം. ഞാൻ പറഞ്ഞ വീടെത്തി. ഗസ്റ്റ്, ഇതാണ് ഞാൻ പറഞ്ഞ വീട്. പക്ഷെ ഞാൻ ഇവിടെ വെച്ച് ചെറിയൊരു പൊട്ടത്തരം കാണിച്ചറിയാണ്ട് ഞാനിവിടെ നിന്ന് കറങ്ങി പോണേന്ന്. പോയോ, അതാണോ വീട്? അല്ലെന്നുണ്ട്. പോയി നോക്കാം. ഞങ്ങൾക്ക് നാളോട്ട് പോയേക്കോ. വണ്ടിയുടെ കോലം മാറി, ഓഫ് റോഡ് അടിച്ച് പൊളിഞ്ഞിരിക്കണ വണ്ടി. എത്താറായിട്ടുണ്ട്. എത്താറായേ? ഇതല്ലല്ല, ആ പച്ച കളർ സാധനങ്ങളൊക്കെ വിചാരിച്ച ഏതൊരു ഹോമാണ്. കഴിഞ്ഞു പോയോന്ന് ചെറിയൊരു കാരണം. വണ്ടി ഒന്ന് ഞാൻ തിരിച്ച് നോക്കട്ടെ, എന്തോ ഒരു സംശയം കൂട്ട്. പോയി നോക്കാം. മാപ്പ് നോക്കണം. വണ്ടി അതാണോ? അതിൻ്റെ ഉള്ളിൽ കൂടി ഒന്ന് കയറ്റി നോക്കാം. അല്ല. ഇനി പോവാണ്ട്. എനിക്ക് എൻ്റെ ഒരു ഇതനുസരിച്ച് നമുക്ക് ഇറങ്ങിന്ന് തോന്നുന്നുണ്ട്. ഞാൻ ഉദ്ദേശിച്ച വീടാന്നടാ അത്. കോളിന് തരാണ്ട് കുഴപ്പമില്ല, നമ്മൾ പെട്ടെന്ന് എത്തിക്കോളും. ഇതുണ്ടാവും. ഞാൻ അതുവഴി തന്നെ കറങ്ങിയ, ഞാൻ പറഞ്ഞുകൊണ്ട് തന്നെയാണ്, അതുവഴി തന്നെ ഞാൻ കറങ്ങിയിട്ടുണ്ട്. പോസ്റ്റൊക്കെ ഇടിച്ച് തെറിപ്പിച്ചിട്ട്. അയ്യോ, എൻ്റെ വണ്ടിയുടെ ടയറിന് വെച്ചാൽ 0% കിടക്കണതാണ്. അതുകൊണ്ട് ഭയങ്കര ഡ്രിഫ്റ്റിംഗ് ആണ്. എനിക്കിപ്പോഴും ആ ഒരു സംശയം അറിയില്ല. തിരിച്ചു പോട്ടെ. അങ്ങനെ എത്തി, വീട് എത്തി. ഇതാണ് ഞാൻ പറഞ്ഞ വീട്. റിവേഴ്സ് എടുത്ത് പാർക്ക് ചെയ്ത് ഒരു ഡ്രോൺ വീഡിയോ കൂടി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ ഖത്തം ഹോ ഗയാ. റിവേഴ്സ് എടുക്കട്ടെ. ഇതിൻ്റെ ഇൻ്റർവ്യൂ അടിപൊളിയാണ്. ഔട്ടർ വ്യൂവിനെയും കൂടെ ഇൻ്റർവ്യൂ ആണ്. സ്കിഡ് ടൈപ്പുണ്ട്. വണ്ടി ഇവിടെ കയറ്റിത്തിരിക്കാൻ, അവിടെ കയറ്റിത്തിരിക്കാനാണ്. ഓക്കെ, ഇവിടെ പാർക്ക് ചെയ്ത് ഒരു ഡ്രോൺ വീഡിയോ കൂടെ എടുക്കുക. CPM ഗെയിംസ്, ഇത് നിങ്ങളൊന്ന് കളിച്ച് നോക്ക്. ഞാൻ കളിച്ചല്ല, അപ്പം നിങ്ങൾ കളിച്ചോ. പൊളി. കാരണം ചെക്കൻ ഓഫ് റോഡൊക്കെ കയറി വന്നതുകൊണ്ട് സെറ്റാണ്. ബാറ്ററി പെർസെൻറ്റേജ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഞാൻ എത്ര പണി എടുത്തിട്ടുണ്ടാവും. എന്താ 82% ഉള്ളപ്പോൾ കയറ്റി കളിച്ചത്. ഓക്കെ, ഫോട്ടോ ക്ലീൻ. UI ഹൈഡ് ചെയ്യട്ടെ. ഞാൻ UI ഒന്ന് ഹൈഡ് ആണ്, പിന്നെ ചിരിക്കട്ടെ.
അയ്യോ അങ്ങോട്ടല്ലേ ഇങ്ങോട്ട് അത് തന്നെ. എന്നിട്ട് ഹൈഡ് വ്യൂ 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 ഹൈഡ്. ഇതെന്തത് ഹൈഡ് ആവണില്ല. ഹൈഡായി. 3 ക്ലിക്ക് കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു ഗായ്സ്. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങൾക്കിപ്പോൾ വണ്ടി വേണമെങ്കിൽ പറയണം ഗായ്സ്. പ്ലീസ് സപ്പോർട്ട്.